ഹായ് ഫ്രണ്ട്സ്, PSC ക്വിക്ക് ഗൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇനിയൊരു വീഡിയോയിലൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെയ്ക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Who has been selected for the Gabriel Marcus Award instituted by സാഹിതി? സാഹിതി ഏർപ്പെടുത്തിയ ഗബ്രിയേൽ മാർക്കസ് പുരസ്കാരത്തിന് അർഹനായത് പെരുമ്പടവം ശ്രീധരനാണ്. സാഹിതിയുടെ ഗബ്രിയേൽ മാർക്കസ് പുരസ്കാരത്തിന് അർഹനായത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകൾ കൂടെ ഒന്ന് ഓർത്തുവെക്കുക. ഒരു സങ്കീർത്തനം പോലെ എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നോവൽ. പോലെ മറ്റു നോവലുകളാണ് അഭയം, അഷ്ടപതി, അന്തിവെയിലിലെ പൊന്ന്, പ്രദക്ഷിണ വഴി തുടങ്ങിയവ. Who has been appointed as the Income Tax Principal Chief Commissioner, കേരള? കേരള ആദായ നികുതി വകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി നിയമിതയായത് ശശികല നായരാണ്. കേരള ആദായ നികുതി വകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറായി നിയമിതയായത്. The scheme launched by the Kerala government to help children tackle mental depression and suicidal tendencies during the COVID-19 pandemic. കോവിഡ് പശ്ചാത്തലത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതിനും ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് എന്നതാണ് ഈ പദ്ധതിയുടെ പേര്. ഇതുപോലെ ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് ചിരി എന്നത്. കേരളത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരാനായി ആരംഭിച്ച പദ്ധതിയാണ് ചിരി. Which panchayat in Kerala was declared as indigenous mango heritage area recently? നാട്ടുമാവ് പൈതൃക പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ പഞ്ചായത്ത് കണ്ണൂരിലെ കണ്ണപുരമാണ് നാട്ടുമാവ് പൈതൃക പ്രദേശമായി ഈയിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇങ്ങനെ പ്രഖ്യാപിച്ചത് നാഷണൽ മാംഗോ ഡേ ആയ ജൂലൈ 22 കേരളാസ് ഫസ്റ്റ് പ്ലാസ്മ ബാങ്ക് ഹാസ് ബീൻ സെറ്റപ്പ്. കേരളത്തിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത് മലപ്പുറത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്. കേരളത്തിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് നിലവിൽ വന്നത്. The Malayali who has won the Abu Dhabi Sustainability Leader Award 2020. 2020 അബുദാബി സസ്റ്റൈനബിലിറ്റി ലീഡർ പുരസ്കാരം ലഭിച്ച മലയാളി ലുലു ഗ്രൂപ്പ് ചെയർമാനായ MA യൂസഫ് അലിക്കാണ് 2020 അബുദാബി സസ്റ്റൈനബിലിറ്റി ലീഡർ പുരസ്കാരം ലഭിച്ചത്. ഈ പുരസ്കാരം ലഭിക്കുന്ന അറബ് പൗരനല്ലാത്ത ഏക വ്യക്തിയാണ് യൂസഫ് അലി. കേരളാസ് ഫസ്റ്റ് വുമൺ എക്സൈസ് ഇൻസ്പെക്ടർ. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ തൃശൂർ ജില്ലയിൽ നിന്നുള്ള O സജിതയാണ് കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റത്. Who has been named as the recipient of the 2020 Von Karman Award of the International Academy of Astronautics, that is IAA. ഇന്റർനാഷണൽ അക്കാദമി ഓഫ് ആസ്ട്രോനോട്ടിക്സിന്റെ വോൺ കർമൻ അവാർഡ് 2020 അർഹനായത് ISRO ചീഫായ K ശിവനാണ്. IAAയുടെ വോൺ കർമൻ അവാർഡിന് 2020 അർഹനായത്. 2021 മാർച്ചിൽ പാരീസിൽ വെച്ചായിരിക്കും അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിക്കുക. Who was appointed as the first chairman of International Financial Services Centers Authority, that is IFSCA. International Financial Services Centers Authorityയുടെ പ്രഥമ ചെയർമാൻ മുൻ കോർപ്പറേറ്റ് അഫയേഴ്സ് സെക്രട്ടറി ആയിരുന്ന ഇഞ്ചേട്ടി ശ്രീനിവാസ് ആണ് IFSCAയുടെ പ്രഥമ ചെയർമാനായി നിയമിതനായത്. IFSCA എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്ട്രി ഏപ്രിൽ 27 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു അതോറിറ്റിയാണ്. ഇന്ത്യയിലെ എല്ലാ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെന്റേഴ്സിലെയും ഫിനാൻഷ്യൽ സർവീസസ് റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള അതോറിറ്റിയാണിത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗുജറാത്തിലെ ഗാന്ധിനഗറിലായിരിക്കും. Who was re-appointed as Attorney General of India? ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് KK വേണുഗോപാലാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായ ആദ്യ മലയാളിയാണ് KK വേണുഗോപാൽ.
Who was reappointed as Solicitor General of India? ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായി വീണ്ടും നിയമിതനായത് തുഷാർ മേത്തയാണ് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായി വീണ്ടും നിയമിതനായത്. Which state will host the 4th edition of Khelo India Youth Games in 2021? നാലാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം. നാലാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അതായത് 2021 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാക്കുക ഹരിയാനയായിരിക്കും. ഇന്ത്യയിലെ ഹയസ്റ്റ് സ്പോർട്ടിംഗ് അവാർഡായ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് 2020 ആർക്കെല്ലാമാണ് ലഭിച്ചത് എന്ന് നോക്കാം. 5 പേർക്കാണ് ഈ വർഷം ഈ അവാർഡ് ലഭിച്ചത്. ക്രിക്കറ്ററായ രോഹിത് ശർമ്മ, പാരാ അത്ലറ്റിക് താരം മാരിയപ്പൻ തങ്കവേലു, ടേബിൾ ടെന്നീസ് താരം മാനിക ബത്ര, റെസ്ലിംഗ് താരം വിനേഷ് ഫോഗട്ട്, ഹോക്കി താരം റാണി രാംപാൽ എന്നിവർക്കാണ് 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ക്രിക്കറ്റർ രോഹിത് ശർമ്മ, പാരാ അത്ലറ്റിക് താരം മാരിയപ്പൻ തങ്കവേലു, ടേബിൾ ടെന്നീസ് താരം മാനിക ബത്ര, റെസ്ലിംഗ് താരം വിനേഷ് ഫോഗട്ട്, ഹോക്കി താരം റാണി രാംപാൽ. Which High Court has become the first in India to conduct E-Lok Adalat? ഇന്ത്യയിൽ ആദ്യമായി E-Lok Adalat നടത്തിയ ഹൈക്കോടതി ഛത്തീസ്ഗഡ് ഹൈക്കോടതിയാണ് ഇന്ത്യയിൽ ആദ്യമായി E-Lok Adalat നടത്തിയത്. Who has been appointed as the CEO of BCCI? BCCIയുടെ പുതിയ CEO ആയി നിയമിതനായത് IPL ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ ഹേമങ്ക് അമിനാണ് BCCI അഥവാ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യയുടെ പുതിയ CEO. BCCI CEO ആയിരുന്ന രാഹുൽ ജോഹ്രി റിസൈൻ ചെയ്തതിന് ശേഷമാണ് ഹേമങ്ക് അമിന ഇപ്പോൾ താൽക്കാലിക ചുമതലയാണ് CEO ആയിട്ടുള്ളത്. Who is the new chairman of Indian Oil Corporation, that is IOCL? ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ ചെയർമാൻ ശ്രീകാന്ത് മാധവ് വൈദ്യയാണ് IOCLന്റെ പുതിയ ചെയർമാൻ. Which Indian has become the world's 6th richest person according to the Bloomberg Billionaires Index? ബ്ലൂംബെർഗ് ബില്യണിയേഴ്സ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ധനികനായ 6ാമത്തെ വ്യക്തിയായ ഇന്ത്യൻ. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാനായ മുകേഷ് അംബാനിയാണ് ലോകത്തിലെ ഏറ്റവും ധനികനായ 6ാമത്തെ വ്യക്തി. മുമ്പ് ഈ സ്ഥാനത്തുണ്ടായിരുന്നത്, അതായത് ഈ 6ാം സ്ഥാനത്തുണ്ടായിരുന്നത് ഗൂഗിൾ ഫൗണ്ടറായിരുന്ന ലാരി പേജ് ആയിരുന്നു. അതുപോലെ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി എന്ന് പറയുന്നത് വേൾഡ്സ് റിച്ചസ്റ്റ് പേഴ്സൺ ജെഫ് ബെസോസ് ആണ്. ആമസോൺ CEO ആയ ജെഫ് ബെസോസ് ആണ് വേൾഡ്സ് റിച്ചസ്റ്റ് പേഴ്സൺ. Who was appointed as the chairman of the Investor Education and Protection Fund Authority IEPFA? ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് കോർപ്പറേറ്റ് അഫയേഴ്സ് സെക്രട്ടറി രാജേഷ് വർമ്മയാണ് IEPFAയുടെ പുതിയ ചെയർമാനായി നിയമിതനായത്. ഇന്ത്യസ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഗോൾഡൻ ബേർഡ് വിങ്ങിന്റെ ഫീമെയിൽ സ്പീഷീസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം. ഇതിനു മുമ്പ് സദേൺ ബേർഡ് വിങ് എന്ന ബട്ടർഫ്ലൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമായി കണക്കാക്കപ്പെട്ടിരുന്നത്. What is India's rank in Global Real Estate Transparency Index 2020? 2020 ഗ്ലോബൽ റിയൽ എസ്റ്റേറ്റ് ട്രാൻസ്പാരൻസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 34ാം റാങ്കാണ് 2020 ഗ്ലോബൽ റിയൽ എസ്റ്റേറ്റ് ട്രാൻസ്പാരൻസി ഇൻഡെക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത്. What is India's rank in Sustainable Development Index, that is SDG Index 2020? 2020 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 117ാം റാങ്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2020 ഇന്ത്യക്ക് ലഭിച്ചത്. ഇതിൽ ഫസ്റ്റ് റാങ്ക് സ്വീഡൻ ആണ്. Which city has been adjudged as the cleanest city of India in the Swachh Sarvekshan Awards 2020? സ്വച്ഛ് സർവേക്ഷൺ സർവേ 2020 അനുസരിച്ച് ഇന്ത്യയിലെ മികച്ച ശുചിത്വ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. തുടർച്ചയായി 4ാം തവണയും ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2ാം സ്ഥാനം ഗുജറാത്തിലെ സൂറത്തിനും 3ാം സ്ഥാനം മഹാരാഷ്ട്രയിലെ നവി മുംബൈക്കുമാണ് ലഭിച്ചത്. അതുപോലെ ഡർട്ടിയസ്റ്റ് സിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബീഹാറിലെ പാറ്റ്നയാണ്. Which union territory has launched Mission Organic Development Initiative?
മിഷൻ ഓർഗാനിക് ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്, അതായത് മോഡി എന്ന പേരിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഓർഗാനിക് ഫാമിംഗ് പ്രോജക്റ്റ് ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം ലഡാക്കിലാണ് ഇങ്ങനൊരു ഓർഗാനിക് ഫാമിംഗ് പ്രോജക്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. Which state has emerged on top in implementing PM Swanidhi scheme? PM Swanidhi scheme അതായത് പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി സ്കീം നടപ്പിലാക്കിയതിൽ മുന്നിലെത്തിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഈ സ്കീം നടപ്പിലാക്കിയതിൽ മുന്നിലെത്തിയത്. Who has been appointed as India's permanent representative to UN in Geneva? യുഎന്നിന്റെ ജനീവയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ഇന്ദ്ര മണി പാണ്ഡെയാണ്. യുഎന്നിന്റെ ജനീവയിലേക്കുള്ള ഇന്ത്യയുടെ പെർമനന്റ് റെപ്രസെന്റേറ്റീവായി നിയമിതനായത്. Which Indian was appointed as the Vice President of Asian Development Bank? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷണർ അശോക് ലാവാസയാണ് എഡിബിയുടെ വൈസ് പ്രസിഡന്റായി നിയമിതനായത്. എഡിബിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഫിലിപ്പൈൻസിലെ മനിലയിലാണ്. ഇന്ത്യ ബാൻഡ് 59 Chinese apps under which section of Information Technology Act 2000? IT Act 2000ന്റെ ഏത് സെക്ഷൻ അനുസരിച്ചാണ് ഇന്ത്യ ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000ലെ സെക്ഷൻ 69A അനുസരിച്ചാണ് ഇന്ത്യ 59 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത്. Who has been named as India's most valuable test player in the 21st century by the Wisden magazine? 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ മോസ്റ്റ് വാല്യുബിൾ ടെസ്റ്റ് പ്ലെയറായി വിസ്ഡൻ മാഗസിൻ തിരഞ്ഞെടുത്ത താരം രവീന്ദ്ര ജഡേജയാണ് 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ മോസ്റ്റ് വാല്യുബിൾ ടെസ്റ്റ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മോസ്റ്റ് വാല്യുബിൾ ടെസ്റ്റ് പ്ലെയർ വേൾഡ് വൈഡ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മുത്തയ്യ മുരളീധരനാണ്. വേൾഡ് വൈഡ് 2ാം സ്ഥാനമാണ് രവീന്ദ്ര ജഡേജയ്ക്ക് ലഭിച്ചത്. India's first public electric vehicle charging plaza has been set up in. ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പ്ലാസ നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പ്ലാസ നിലവിൽ വന്നത്. Which country has become India's top trading partner in 2019-20? 2019-20 കാലയളവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാവസായിക പങ്കാളിയായ രാജ്യം USA ആണ്. 2019-20 കാലയളവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാവസായിക പങ്കാളി. 2ാം സ്ഥാനം ചൈനയ്ക്കാണ്. അതുപോലെ 2018-19 കാലയളവിലും USA തന്നെയായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് ട്രേഡിംഗ് പാർട്ട്ണർ. അതിനു മുമ്പ് വരെ ചൈനയായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് ട്രേഡിംഗ് പാർട്ട്ണർ. 2018 മുതൽ ഇത് US ആയി മാറി. Who has been appointed as the CEO and Director of Microfinance Institutions Network, that is MFIN? Microfinance Institutions Networkന്റെ പുതിയ CEO ആൻഡ് ഡയറക്ടർ ആയി നിയമിതനായത് ഡോക്ടർ അലോക് മിശ്രയാണ്. മൈക്രോഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ്വർക്കിന്റെ പുതിയ CEO ആൻഡ് ഡയറക്ടർ ആയി നിയമിതനായത്. Which Indian has been appointed as honorary advisor to the steering committee for the BRICS Chamber of Commerce and Industry? BRICS Chamber of Commerce and Industry steering committeeയുടെ honorary advisor ആയി നിയമിതനായ ഇന്ത്യൻ സഹിൽ സേതാണ്. ബ്രിക്സ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ honorary advisor ആയി നിയമിതനായത്. Who has been appointed as India's next ambassador to Turkmenistan? ടർക്ക്മെനിസ്ഥാനിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ വിധു പി നായരാണ് ടർക്ക്മെനിസ്ഥാനിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായത്. Which country has become the second largest source of foreign direct investment, that is FDI, in the UK for 2019-20? 2019-20 കാലഘട്ടത്തിൽ യുകെയിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. 2019-20 കാലഘട്ടത്തിൽ യുകെയിൽ ഏറ്റവും കൂടുതൽ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ രണ്ടാമത്തെ രാജ്യം. ആദ്യത്തെ രാജ്യം, അതായത് ദി ലാർജസ്റ്റ് സോഴ്സ് ഓഫ് FDI ഫോർ UK എന്ന് പറയുന്നത് USA ആണ്. Which country is the biggest contributor to e-waste in 2019 according to the UN's Global E-Waste Monitor 2020?
യുഎൻസ് ഗ്ലോബൽ ഇ-വേസ്റ്റ് മോണിറ്റർ 2020 റിപ്പോർട്ട് പ്രകാരം 2019 ഏറ്റവും കൂടുതൽ ഇ-വേസ്റ്റ് പുറന്തള്ളിയ രാജ്യം ചൈനയാണ്. ഈ റിപ്പോർട്ട് പ്രകാരം 2019 ഏറ്റവും കൂടുതൽ ഇ-വേസ്റ്റ് പുറന്തള്ളിയത്. രണ്ടാം സ്ഥാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സിനാണ്. അതായത് ഏറ്റവും കൂടുതൽ ഇ-വേസ്റ്റ് പുറന്തള്ളിയതിൽ രണ്ടാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും മൂന്നാമത് ഇന്ത്യയുമാണ്. What is India's rank in Global Manufacturing Risk Index according to the Cushman and Wakefield report? Cushman and Wakefield report പ്രകാരം ഗ്ലോബൽ മാനുഫാക്ചറിംഗ് റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. ഈ ഇൻഡെക്സിൽ ഇന്ത്യക്ക് ലഭിച്ചത്. ഇതിൽ ആദ്യ സ്ഥാനം ചൈനയ്ക്കും രണ്ടാമത് യുഎസ്എക്കുമാണ് ലഭിച്ചത്. To boost exports, the Cotton Corporation of India will set up its warehouse in which country? പരുത്തിയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് രാജ്യത്തിലാണ് കോട്ടൺ വെയർഹൌസ് സ്ഥാപിക്കുന്നത്? വിയറ്റ്നാമിലാണ് കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കോട്ടൺ വെയർഹൌസ് സ്ഥാപിക്കുന്നത്. UAE's first mission to Mars is known as. UAEയുടെ ആദ്യ ചൊവ്വ ദൗത്യത്തിന്റെ പേര് ഹോപ്പ് എന്നതാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ആദ്യ ചൊവ്വ ദൗത്യത്തിന്റെ പേര്. ഇങ്ങനെ ചൊവ്വ പര്യവേഷണം നടത്തുന്ന ആദ്യത്തെ അറബ് രാജ്യമാണ് UAE. പോളണ്ട്സ് ന്യൂ പ്രസിഡന്റ്. പോളണ്ടിന്റെ പുതിയ രാഷ്ട്രപതി ആൻഡ്രി ദൂദ ആണ് പോളണ്ടിന്റെ പുതിയ രാഷ്ട്രപതി. Which country will lead the World Health Organization, that is WHO, by July 2021? 2021 ജൂലൈയോടുകൂടി ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിൻവാങ്ങുന്ന രാജ്യം അമേരിക്കയാണ്. 2021 ജൂലൈയോടുകൂടി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് പിൻവാങ്ങുമെന്ന് അറിയിച്ചിരിക്കുന്നത്. നാഷണൽ ഡോക്ടേഴ്സ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. ദേശീയ ഡോക്ടർ ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂലൈ 1-ാം തീയതിയാണ് ദേശീയ ഡോക്ടർ ദിനമായി ആചരിക്കുന്നത്. 2020 നാഷണൽ ഡോക്ടേഴ്സ് ഡേ തീം ലെസൻ ദി മോർട്ടാലിറ്റി ഓഫ് COVID-19 എന്നതാണ്. നാഷണൽ ഫിഷ് ഫാർമേഴ്സ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. ദേശീയ മത്സ്യ കർഷക ദിനമായി ആചരിക്കുന്നതെന്ന്? എല്ലാ വർഷവും ജൂലൈ 10-ാം തീയതിയാണ് നാഷണൽ ഫിഷ് ഫാർമേഴ്സ് ഡേ. അപ്പോൾ ഇതോടൊപ്പം ഓർത്തു വയ്ക്കുക, വേൾഡ് ഫിഷറീസ് ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്നത് നവംബർ 21-ാം തീയതിയാണ്. വേൾഡ് പോപ്പുലേഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നതെന്ന്? ജൂലൈ 11-ാം തീയതിയാണ് വേൾഡ് പോപ്പുലേഷൻ ഡേ ആയി ഒബ്സർവ് ചെയ്യുന്നത്. നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. നെൽസൺ മണ്ടേല അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് എന്ന്? എല്ലാ വർഷവും ജൂലൈ 18-ാം തീയതിയാണ് നെൽസൺ മണ്ടേല ഇന്റർനാഷണൽ ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ചെസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ. അന്താരാഷ്ട്ര ചെസ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂലൈ 20-ാം തീയതിയാണ് ഇന്റർനാഷണൽ ചെസ് ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്നത്. Which country has been granted the observer status in World Trade Organization, that is WTO, recently? അടുത്തിടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഒബ്സർവർ സ്റ്റേറ്റസ് ലഭിച്ച രാജ്യം ടർക്ക്മെനിസ്ഥാനാണ്. അടുത്തിടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഒബ്സർവർ സ്റ്റേറ്റസ് ലഭിച്ചത്. Who has been reappointed as the president of Asian Infrastructure Investment Bank, AIIB? AIIBയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനായത് ജിൻ ലിക്വിൻ ആണ്. AIIBയുടെ പ്രസിഡന്റായി വീണ്ടും നിയമിതനായത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.